അരളിപ്പൂവ് കടിച്ച് പിന്നാലെ കുഴഞ്ഞു വീണ യുവതിക്ക് ദാരുണാന്ത്യം. ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഫോൺ ചെയ്യുന്നതിനിടയിലാണ് അരളിപ്പൂ കടിച്ചത്. അതുപോലെ തന്നെ തുപ്പിക്കളയുകയും ചെയ്തു. കുറച്ചു സമയത്തിന് ശേഷം തുടർച്ചയായി ഛർദ്ദിക്കുകയും തുടർന്ന് കുഴഞ്ഞു വീഴുകയും ആയിരുന്നു. അരളിച്ചെടി വിഷമാണോ? ഇതിനെപ്പറ്റി ഞാൻ മുൻപ് എന്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വടക്കേ ആഫ്രിക്കയിൽ നിന്നും എത്തിയ നീരിയം ഒലിയാണ്ട എന്ന അരളി അടുത്ത കാലത്ത് കേരളത്തിൽ വ്യാപകമായി നട്ടുവളർത്തുന്ന ഒരു പൂന്തോട്ട ചെടിയായി മാറിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ റോഡിന്റെ സൈഡ് മനോഹരമാക്കാൻ നടുന്ന ചെടിയും ഇതാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ മിക്ക സംസ്ഥാനങ്ങളിലും പാതയോരത്ത് വളർന്ന് മനോഹരമായി പൂവിട്ട് അരളിച്ചെടി നിൽക്കുന്നത് കാണാം. ഏതു കാലാവസ്ഥയിലും നന്നായി വളരുമെന്നുള്ളതും മനോഹരമായ പൂക്കളുമാണ് ഇതിനെ ഇത്രയും പ്രചാരമുള്ളതാക്കിയത്. അതികഠിനമായ ചൂടും മഴയും തണുപ്പുമൊക്കെ അതിജീവിച്ച് പൂത്തു നിൽക്കാൻ അരളിക്ക് കഴിയും. മൾട്ടിപെറ്റൽ പിങ്ക് അരളിയെ ശിവനരളി എന്നും വിളിക്കാറുണ്ട്. വിവിധ കളറുകളിൽ സിംഗിൾ പെറ്റലും മൾട്ടിപെറ്റലുമായി ഇത് നഴ്സറികളിൽ വാങ്ങാൻ ലഭിക്കും. ഇവിടെയുമുണ്ട് പിങ്കും മഞ്ഞയും വെള്ളയും മൾട്ടിപെറ്റൽ, കൂടാതെ റെഡ്, പിങ്ക്, സിംഗിൾ പെറ്റൽ അരളിയും. നിങ്ങളുടെ വീട്ടിലും ഈ ചെടി ഉണ്ടെങ്കിൽ ഏത് കളറാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അരളി വിഷമാണോ? ഒരു മനുഷ്യനെ കൊല്ലാൻ കഴിയുമോ? അതെ, അരളി വിഷമയമുള്ള സസ്യമാണെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു. അതിന്റെ ഇലയും കറയും പൂവും തേനും എല്ലാം വിഷമാണ്. ചെറിയ അളവിലെങ്കിലും ഉള്ളിൽ പോയാൽ വിഷബാധ ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. കത്തിച്ച പുക ശ്വസിച്ചാലും വിഷബാധ ഏൽക്കാം. ഇതിന്റെ വിഷം ശരീരത്തിനുള്ളിൽ ചെന്നാൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും അളവ് കൂടിയാൽ മരണത്തിനും കാരണമാകും. രക്തത്തിൽ 1 മില്ലിലിറ്ററിൽ 1 മുതൽ 2 നാനോഗ്രാം അളവിൽ ഒലിയാൻഡ്രിൻ എത്തിയാൽ വിഷബാധ ഉണ്ടാകാം. 9.8 മുതൽ 10 നാനോഗ്രാം എത്തിയാൽ പേശികൾ കോച്ചു വലിക്കുകയും ഹൃദയമിടിപ്പിന്റെ താളം തെറ്റുകയും മരണം വരെയും സംഭവിക്കാം. ഛർദി, വയറിളക്കം, അധികമായ ഉമിനീർ ഉൽപാദനം എന്നിവയാണ് വിഷബാധിതയുടെ ആദ്യ ലക്ഷണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അരളി വിഷമായ ഒരു ഔഷധ സസ്യമാണ്. ഡൽഹി സർവകലാശാലയിലെ രസതന്ത്ര വിഭാഗം ശാസ്ത്രജ്ഞന്മാർ നടത്തിയ പരീക്ഷണത്തിൽ നിന്നും വേര്, ഇല എന്നിവിടങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഗ്ലൈക്കോസൈഡുകൾ ഹൃദയപേശികളിൽ പ്രവർത്തിച്ച് അതിന്റെ സങ്കോച വികാസ ശേഷി വർദ്ധിപ്പിക്കുന്നതായി കണ്ടെത്തി. കൂടാതെ വേരിലെ തൊലിക്ക് ശ്വാസകോശ സങ്കോച വികാസം വർദ്ധിപ്പിക്കാനും കഴിയും. വളരെ ലഘുവായ അളവിലാണ് ഇത് ഉപയോഗിച്ചത്. എങ്കിലും ഔഷധ ഗുണമുള്ള ഈ സസ്യത്തെ ഉള്ളിലേക്ക് കഴിക്കുന്നത് ആയുർവേദത്തിന്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നില്ല. വൃഷണങ്ങളിൽ ഉണ്ടാവുന്ന ചില രോഗങ്ങൾക്കും കുഷ്ഠരോഗത്തിനും പുറമെ പുരട്ടുന്നത് നല്ലതാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കരവീരാതി തൈലത്തിൽ അരളി ഉപയോഗിക്കുന്നു. മരുന്നിന് സംസ്കരിച്ച രൂപമാണ് ഉപയോഗിക്കുന്നത്. നേരിട്ട് ശരീരത്തിൽ എത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് കേട്ടിട്ട് ഇനി വളരെ ഇഷ്ടമുള്ള ചെടിയാണ് അരളിയെങ്കിൽ അത് വെട്ടിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ശരീരത്തിനുള്ളിൽ പോകാതെ നോക്കിയാൽ മതിയാകും. വെട്ടിക്കളയുന്നതും സൂക്ഷിക്കുന്നതും ഒക്കെ അവരവരുടെ തീരുമാനം പോലെ ചെയ്യാം. ചെടി വളർത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിനെ പരിചരിക്കുമ്പോൾ ഇനി ചില മുൻകരുതലുകൾ എടുക്കാം. ചെടി പ്രൂൺ ചെയ്യുമ്പോൾ ഒരു ഗ്ലൗസ് ഉപയോഗിക്കുക. ചെടിക്ക് പരിചരണം നൽകിയ ശേഷം കൈ നന്നായിട്ട് കഴുകുക. അധിക പരിചരണവും വളവും ആവശ്യമില്ലാതെ തന്നെ നന്നായി പൂക്കുന്ന ഒരു ചെടിയാണ് അരളി. സൂര്യയുടെ മരണം അരളി വിഷമാകാമെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തിയാൽ മാത്രമേ യഥാർത്ഥ കാരണം വ്യക്തമാകൂ. മരണത്തിന് കാരണമാകുന്നത്രയും വിഷം ഉള്ളിൽ ചെന്നോ എന്നത് വ്യക്തമല്ല. വിഷബാധ ലക്ഷണം പ്രകടമായാലും മരണം വളരെ അപൂർവമായി മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. വളരെ പണ്ടുതൊട്ട് തന്നെ പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു ചെടിയാണ് അരളി. അമ്പലത്തിൽ ഒരുപാട് തന്നെ നമ്മുടെ ഈ അരളിയുടെ പൂ ഉപയോഗിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലൊക്കെ വ്യാവസായികമായി കൃഷി ചെയ്ത് കയറ്റിവിടുന്ന ഒരു പൂവാണ് അരളി. അപ്പൊ നമുക്ക് നമ്മുടെ അരളിച്ചെടിയെ ഇനി പോയിസണസ് ബ്യൂട്ടി എന്ന് വിളിക്കാം. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ ഇത് വളർത്താനോ വെട്ടിക്കളയാനോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇത് വളർത്തുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളും അതിന്റെ വശത്തെ പറ്റി മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.